എന്റെ പാപഭാരമെല്ലാം തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ച എന്റെ യേശു എത്ര നല്ലവൻ. എനിക്കായി കുരിശിൽ മരിച്ച എന്റെ യേശു എത്ര നല്ലവൻ. എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. ഒന്ന്, ആദ്യത്തെ വാക്യം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. 2, നാലാമത്തെ വാക്യം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. അടുത്തത് 10ാമത്തെ വാക്യം, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ഈ 3 വാക്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ആദ്യത്തെ വാക്യം നമ്മൾ വായിച്ചതിൽ നിന്ന് 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ആരായിരുന്നു നമ്മള് ആ വാക്യത്തിൽ പറയാണ് നമ്മൾ മരിച്ചവരായിരുന്നു. ഇപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ആ വാക്യത്തിൽ തന്നെ ഉണ്ട്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാലും നിങ്ങളെ അവൻ ഇപ്പൊ ഉയർപ്പിച്ചു. അല്ലെ, നമ്മൾ എങ്ങനെയാണ് മരിച്ചിരുന്നത്? നിങ്ങൾ പറഞ്ഞു എത്ര, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ ജീവിക്കുന്നു എന്ന് പറയുന്നവരൊന്ന് കൈവയ്ക്കുക. എങ്ങനെയായിരുന്നു നമ്മൾ മരിച്ചിരുന്നത്? അതിക്രമം, നിറയെ ക്രമക്കേടുകൾ. അല്ലെ, ദൈവത്തിന് ഒരു മനുഷ്യന് ജീവിക്കാൻ നിറയെ ക്രമങ്ങൾ കൊടുത്തിട്ടുണ്ട് ദൈവം. എവിടെ കൊടുത്തിട്ടുണ്ട്? തിരുവചനത്തിൽ ഒരുപാട് ക്രമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ലെ, എന്നാൽ ഈ ക്രമക്കേടുകളെ ചെയ്ത് ഞാൻ എന്ത് ചെയ്ത്, അതിക്രമത്താലും പാപത്താലും ഞാൻ എങ്ങനെയായിരുന്നു? മരിച്ചു പോയിരുന്നു. അല്ലെങ്കിൽ മരിച്ചു പോയിരുന്നു എന്ന് പറയുന്നത് എന്തിനാണ്? എൻ്റെ ആത്മാവ് എന്ത് ചെയ്ത് നശിച്ചു പോയിരുന്നു, നഷ്ടപ്പെട്ടു പോയിരുന്നു, നരകത്തിന് യോഗ്യയായിരുന്നു. അല്ലെ, അപ്പം ഇവിടെ പറഞ്ഞ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അതിന്റെ താഴത്തെ ഒരു വാക്യം കൂടെ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് ഈ അതിക്രമങ്ങളും പാപങ്ങളും മുഖാന്തരം നമ്മൾ മരിച്ചു പോയെന്ന് ഒന്നും കൂടെ ഞാൻ പറയാം. അവിടെ താഴത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയാണ്, ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് ജീവിച്ചു. ലോകത്തിന് ഓരോ സമയത്തും അതിന്റെ ഓരോ കാലത്തിനും അതിന്റെ ഒരു ഗതിയുണ്ട്. അല്ലെ, ഉണ്ടോ? പണ്ട് ഉള്ള ഗതിയല്ല ഇപ്പൊ ലോകത്തിന്റെ ഗതിയുടെ ആ പോക്ക് ഇപ്പോൾ വേറെ രീതിയിലാണ്. അല്ലെ, ഒരു 15 വർഷത്തിന് മുമ്പ് നമ്മുടെ കയ്യിൽ എന്തില്ല? മൊബൈൽ ഫോൺ ഇല്ല. ഇന്ന് ഗതി മാറി ഇപ്പൊ എല്ലാത്തിനും എന്തുണ്ടായിരുന്നു? നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. നമ്മൾ ഇന്ന് ഈ ഗതി അനുസരിച്ചാണോ നമ്മൾ പോകുന്നത്? അതോ നമ്മളെ ഉയർപ്പിച്ചു എങ്കിൽ നമ്മൾ ഈ കാലത്തിന്റെ ഈ ഗതി അനുസരിച്ച് പോകേണ്ടവരല്ല, പകരം ഏത് ഗതിയാണ്? നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഗതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പോകേണ്ടത്. ഓരോ കാലത്തിനും ഓരോ കാലഘട്ടത്തിനും ഓരോരോ ഗതിയുണ്ട്. നമ്മളെ വിളിച്ചതോ അല്ലെങ്കിൽ നമ്മൾ മുമ്പേ മരിച്ചവരായിരുന്നു. കാരണം അന്ന് നമ്മൾ എന്ത് ചെയ്തു? ആ കാലത്തിന്റെ ഒഴുക്കിനനുസരിച്ച് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇന്നും നമ്മൾ കാലത്തിന്റെ ഒഴുക്കിനനുസരിച്ച് പോകുന്നവരാണോ? പണ്ട് നമ്മൾ ഒത്തിരി സിനിമ ഇരുന്ന് കാണുമായിരുന്നു. അല്ലേ, സിനിമ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ആർക്കും സിനിമ കാണണ്ടായിരുന്നു. പക്ഷെ സിനിമ വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും ഇരുന്ന് സിനിമ കാണാൻ തുടങ്ങി അന്നത്തെ കാലത്ത്. എന്നാൽ ഇന്നും ഞാൻ ഈ സിനിമയുടെ മൂട്ടിലിരിക്കുന്ന ആളാണ്, സീരിയലിന്റെ മൂട്ടിൽ ചെലവഴിക്കുന്ന ആളാണ്. ആ കാലത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഞാനിങ്ങനെ പോകുന്നതാണ്. അല്ലേ, ലോകം പറയും എന്ത് ചെയ്യണം? അല്പം മദ്യമൊന്നും കഴിച്ചാലോ, അല്പം സിഗരറ്റ് വലിച്ചാലോ, അല്പം പാക്ക് ചവച്ചാലോ, അല്ലെങ്കിൽ അല്പം കള്ളം പറഞ്ഞാലോ ഒന്നും കുഴപ്പമൊന്നുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം വരാൻ പോകുന്നു? ആർക്കും ദോഷമില്ലാത്ത കാര്യം. അത് കാലത്തിന്റെ ഗതി. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് പറയുന്നത് ആ ഗതിയല്ല. എന്ത് ചെയ്യുന്ന? അവന്റെ ചട്ടങ്ങളെയും നിയമങ്ങളെയും പ്രമാണിച്ച് നമ്മൾ എന്ത് ചെയ്യണം? മുമ്പോട്ട് പോകണം. നമ്മൾ ഇത് ഏത് ഗതി അനുസരിച്ചാണ് നമ്മൾ പോകുന്നത്? നമ്മൾ ഈ കാലത്തിന്റെ ഗതി അനുസരിച്ച് നമ്മൾ പോകുന്നവരാണെങ്കിൽ ഇന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? മരിച്ചിട്ടില്ല.
നമുക്ക് ഇനി ഒരു മരണം എന്തുണ്ട് ആവശ്യം? കർത്താവെ, ഞാൻ വേണ്ടും വണ്ണം ഞാൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കർത്താവെ ഞാൻ മരിച്ചിട്ടില്ല എന്ന് കർത്താവിനോട് പറയണം, അല്ലെ? എന്നിട്ട് പറയണം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ എന്ത് ചെയ്ത് ഉയർപ്പിച്ചു. ഉയർപ്പിച്ചിട്ട് ഇപ്പൊ എവിടെ ഇരുത്തിയൊക്കെയാണ്? താഴോട്ട് വായിക്കുമ്പോൾ പറഞ്ഞ് എവിടെ ഇരിക്കുന്നു? അവൻ സ്വർഗ സ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയൊക്കെയാണെന്ന്. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ സ്വർഗ സ്ഥലങ്ങളിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ സ്വർഗ സ്ഥലങ്ങളിലാണ്, ഇല്ല അല്ലെങ്കിൽ ദൈവത്തോടൊപ്പമാണ് ദൈവം നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. ഉറപ്പുണ്ടോ? നമുക്ക് ഉറപ്പില്ല, അല്ലേ? കാരണം നമ്മൾ ഇന്നുണ്ട്, കാലത്തിന്റെ ഗതിയുണ്ട്. അനുസരണക്കേടിന്റെ മക്കൾ വ്യാപരിക്കുന്ന ആത്മാവിന് കീഴ്പ്പെട്ട് പലപ്പോഴും നമ്മൾ ജീവിക്കുന്നു. അടുത്തത്, ഇനി എന്തിനാണ് കർത്താവ് പറഞ്ഞ അടുത്ത 4-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഒന്ന്, നമ്മൾ മരിച്ചവരായിരുന്നു. മരിച്ച അവസ്ഥ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ, കർത്താവേ, എന്റെ പഴയ മനുഷ്യൻ ഇനി എന്നിലുണ്ട്, എന്നെ ഒന്ന് മരിപ്പിക്കണേ അപ്പ, ഇതൊന്ന് ഞാനൊന്ന് ചാകട്ടപ്പ. യോഹന്നാൻ പ്രാർത്ഥിച്ചത്, ഞാനോ ഒന്ന് കുറയണം, നീ എന്നിൽ വളരണം, അല്ലെ? ആ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. 2, അവിടെ പറയണം, അവൻ നമ്മളെ ഉയർപ്പിച്ചു. 4-ാമത്തെ വാക്യം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ എന്ത് ചെയ്ത് ജീവിച്ചു. ആരാ? സ്വർഗത്തിലിരിക്കുന്ന പിതാവ്. പിതാവിന് തോന്നി, ഇത്രയും ജനങ്ങൾ കിടക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു സ്മിതയെ കണ്ടപ്പോൾ ദൈവത്തിന് എന്തോ തോന്നി? മനസ്സലിവ് തോന്നി, കരുണ തോന്നി. അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും പിതാവായ ദൈവത്തിന് കണ്ടപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തിൽ എത്രയോ മനുഷ്യരുണ്ട്, ആ മനുഷ്യരോട് തോന്നാത്ത ഒരു ഭാവം ദൈവത്തിന് എന്തുകൊണ്ട് നമ്മളോട് തോന്നി? കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, അത് അവന്റെ മഹാസ്നേഹത്തെ, കാരണം ഇതിന് ഞാൻ ഒരിക്കലും എന്തല്ല, ഈ സ്നേഹം പ്രാപിക്കാൻ ഞാൻ ഒരിക്കലും അർഹനല്ല, ഒരു യോഗ്യതയും എനിക്ക് ഇല്ല. അവന്റെ മഹാസ്നേഹം, കരുണാസമ്പന്നനായ ദൈവത്തിന്റെ, ആ കരുണയിൽ വലിയവനായ ദൈവത്തിന്റെ മഹാസ്നേഹ നിമിത്തം എന്ത് ചെയ്ത്? അതിക്രമത്തിലും പാപത്തിലും മരിച്ചവനായിരുന്ന എന്നെ എന്ത് ചെയ്ത്? ക്രിസ്തു എന്നെ ജീവിപ്പിക്കാൻ എന്ത് ചെയ്ത്? ക്രിസ്തുവിനെ കൊണ്ടുവന്ന് അവനോടുകൂടെ എന്നെ എന്ത് ചെയ്ത്? ജീവിപ്പിച്ചു. ആദ്യം മരിച്ചവരായിരുന്നു, പണ്ട് ആരായിരുന്നു? മരിച്ചവരായിരുന്നു. ഇപ്പൊ ഞാൻ എവിടെ എന്ത് ചെയ്ത്? ഉയർത്തിട്ട് എവിടെ എന്നെ ഇരുത്തിയിരിക്കുകയാണ്? സ്വർഗസ്ഥലങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ ഇരുത്തി. ഞാൻ ചോദിക്കുന്നത്, എന്തിനെങ്ങനെ ഇരുത്തിയത് കർത്താവ്? ഇത്രയും പേരുണ്ടായിട്ട് അവരെ ഒന്നും ഇരുത്താത്ത ഈ സ്ഥാനത്ത് എന്നെ എന്തിനിരുത്തി? നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു. കർത്താവ്, ഇത്രയും പേരുണ്ടായിരുന്നല്ലോ, അവരെ ഒന്നും വിളിച്ചിരുത്താത്ത ഈ സ്ഥാനത്ത് എന്നെ എന്തിനപ്പാ ഇരുത്തിയത്? ഈ മീനുകുട്ടീനെ ഞാൻ പിടിച്ച് ഇവിടെ നിർത്തുന്ന എന്തിനു? എനിക്ക് വെറുതെ നിർത്തുമോ? എന്തിനു നിർത്തും? ഉദ്ദേശം. എനിക്കൊരു ഉദ്ദേശമുണ്ട്. ഞാൻ മീനുവിനെ ഇവിടെ നിർത്തുന്നെങ്കിൽ ഇതിനകത്ത് ഒരു ഉദ്ദേശമുണ്ട്. മീനുവിനെ ഞാൻ അതിനകത്ത് നമ്മൾ നിർത്തുന്നെങ്കിൽ അതിനകത്ത് നമുക്കൊരു ഉദ്ദേശമുണ്ട്, അല്ലെ? നമ്മൾ ഓരോ കാര്യവും നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് എന്തുണ്ട്? ഒരു ഉദ്ദേശം. ഞാൻ ചോദിക്കുന്ന, പാപത്താൽ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച എന്നെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലങ്ങൾ ദൈവത്തോടു കൂടെ എന്തിനാണ് ഇരുത്തിയത്? അവസാനത്തെ വാക്യം, 10-ാമത്തെ വാക്യം, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നിർത്തിയത്? വെറുതെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ പോകാനായിട്ടല്ല. ദൈവം ഉദ്ദേശിക്കുന്ന സൽപ്രവർത്തിക്കായിട്ട്, കർത്താവിന് ചെയ്യാൻ ഇനി കർത്താവ് ഭൂമിയിൽ ഇറങ്ങി ഒന്നും എന്ത് ചെയ്യത്തില്ല? ചെയ്യത്തില്ല. കർത്താവിന്റെ കരമായിട്ട് എനിക്ക് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? കർത്താവിന്റെ കാലുകളായിട്ട് കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയം അവൻ സകല മനുഷ്യർക്കും എന്ത് ചെയ്ത്? നന്മ ചെയ്തു, അല്ലേ? അവൻ രോഗികളെ കണ്ടാൽ അവരെ എന്ത് ചെയ്ത്? സൗഖ്യപ്പെടുത്തി. അവൻ എന്ത് പാപികളെ കണ്ട അവരുടെ പാപത്തെ മോചിപ്പിച്ചു, അല്ലെ? അങ്ങനെ പല കാര്യങ്ങളും കർത്താവ്, സകല സൽപ്രവർത്തിയും കർത്താവ് എന്ത് ചെയ്ത് ഈ ഭൂമിയിൽ ചെയ്തു. എന്നിട്ട് ഇന്ന് പറയണം, ഇന്ന് എന്ത് ചെയ്യുന്ന ഈ ക്രിസ്തു യേശുവിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നത് എന്തിനെന്നറിയാമോ? സൽപ്രവർത്തിക്കായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മറഞ്ഞിരിക്കാനായിട്ട് പാടില്ല. വിളക്ക് കത്തിച്ച് എവിടെ? പറയങ്കീടല്ല, എവിടെ വെക്കണം? തണ്ടിന്റെ മേൽ വെക്കണം. അപ്പോഴേ ഇത് എന്ത് ചെയ്ത്? എല്ലായിടവും എന്ത് ചെയ്ത്? പ്രകാശം കൊടുക്കും. അതിന്റെ അവസാനത്തെ വാക്യത്തിൽ അവസാനം ഇങ്ങനെയാണ് പറയുന്നത്, എന്താണ്? അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവിടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ നല്ല പ്രവൃത്തികളെ ആര് കാണണം? ജനം കാണണം.
ഞാൻ ചോദിക്കും, നമ്മൾ എത്ര നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ട്? എനിക്ക് നല്ല പ്രവൃത്തി ഞാൻ ചേർത്ത് ചെയ്യുമായിരുന്നു അല്ലേ? മറ്റുള്ളവർക്ക് ഞാൻ എത്ര സൽപ്രവർത്തിക്കും. കർത്താവ് വിളിച്ചത് ഞാനും നിങ്ങളും ഒരു ചുവരിന്റെ അകത്ത് വന്ന് ഇങ്ങനെ കൂടി ഇരുന്നിട്ട് പോകാനായിട്ടല്ല കർത്താവ് നമ്മളെ വിളിച്ചത് അല്ലേ? അവൻ വിളിച്ചത് അനേകർക്ക് ആശ്വാസം ഇല്ലാത്തവരെ എന്ത് ചെയ്ത് കർത്താവ് ആശ്വാസപ്പെടുത്തി അല്ലെ? പാപികളുടെ സ്നേഹിതൻ എന്നവൻ വിളിക്കപ്പെട്ടു. ഇന്ന് ഒരു പാപിയെങ്കിലും ചേർക്കാൻ നമുക്ക് മനസ്സുണ്ടോ? നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് അതിനോട് മനസ്സില്ല. അല്ലെങ്കിൽ ഒരു വ്യഭിചാരം ചെയ്ത സ്ത്രീ റോഡ് വഴി പോയ ആ സ്ത്രീയുടെ കൂടെ നമുക്ക് ഒന്ന് നടന്നു പോകാനായിട്ട് നമുക്ക് തോന്നുമോ? നമ്മൾ വിചാരിക്കും ഇവരുടെ കൂടെ നടന്നു പോയ ആള് നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു വെച്ച് നമ്മൾ മാറിപ്പോയല്ലേ? പക്ഷേ കർത്താവ് നമ്മളെ വിളിച്ച എന്തെന്നറിയാമോ? കർത്താവിനെ വിളിച്ചു പാപികളുടെ സ്നേഹിതൻ. നമ്മളെ വിളിച്ച സൽപ്രവർത്തിക്കായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചു. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് തന്നിരിക്കുന്ന സമയം ഞാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രം ചെയ്യുന്നവനായിട്ടല്ല, മറ്റുള്ളവനും കൂടെ വേണ്ടിയിട്ട് കർത്താവിന്റെ കരമായിരിക്കാൻ, കർത്താവിന്റെ കാലുകളായിട്ടിരിക്കാൻ ദൈവമേ നീ എന്നെ സഹായിക്കണമേ. നമ്മളെ വിളിച്ച ഒരു വിളിയുണ്ട്. ആ വിളിയിൽ ഒരു വിളി എന്താണ്? സൽപ്രവർത്തിക്കായിട്ട് അവൻ നമ്മളെ ക്രിസ്തുയേശുവിൽ എന്ത് ചെയ്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ മുമ്പേ നമ്മൾ എങ്ങനെ ചെയ്ത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. ക്രിസ്തുയേശുവിൽ അവൻ നമ്മളെ എന്ത് ചെയ്ത്, കരുണാസമ്പന്നനായ ദൈവം നമ്മളെ എന്ത് ചെയ്ത്, ക്രിസ്തുയേശുവിൽ നമ്മളെ ഉയർപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി. എന്തിനു വേണ്ടിയിട്ട്? സൽപ്രവർത്തിക്കായിട്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ.